ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? റൗണ്ടിങ് അല്ലേ? റൗണ്ടിങ് അല്ലെങ്കിൽ റൗണ്ട് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് പഠിച്ചതല്ലേ? അത് ഓർക്കുന്നില്ലേ? സോ ഇനി നമുക്ക് ഇന്നലെ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആണ്. പ്ലീസ് വാച്ച് ദിസ് വീഡിയോ കെയർഫുള്ളി. In this module, you will learn how to estimate the outcomes of numbers. The technique of rounding off numbers can also be used to estimate the sum, difference, or product of numbers. To find the estimate of outcome of these operations, the numbers involved must be rounded off to the nearest tens, hundreds, or thousands. Let's understand this with an example. To estimate the sum of the numbers 9,386 and 432, on rounding them off to the nearest tens, 9,386 rounds off to 9,390 and 432 rounds off to 430. Okay, ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഈ പ്രോബ്ലം നമ്മൾ ഓർക്കുന്നുണ്ടോ? എന്നിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചത് സം എത്രയാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതായിരുന്നു. ഇതിപ്പോ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മിസ് ഈ വീഡിയോന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്തതാണ്, ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 1.3 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ എക്സസൈസ് 1.3 എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. നിങ്ങളുടെ നിർബന്ധമാണ് ഇത് ചെയ്യണം. ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നത് തിയറി മാത്രമാണ്. നമ്മൾക്ക് എക്സാമിന് തിയറി മാത്രമല്ല വരുന്നത്. എന്ത് വരും? ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ വർക്ക്ഷീറ്റുകൾ ചെയ്ത് പഠിക്കണം. മാത്സിന് മാത്രമാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ളത്. ബാക്കി എല്ലാ സബ്ജക്റ്റിനും നമുക്ക് എളുപ്പമുണ്ട് പഠിക്കാനായിട്ട്. പക്ഷെ മാത്സിന്റെ കാര്യത്തിൽ നമുക്കിങ്ങനെ അടുത്ത് വന്നിരുന്ന് ഇപ്പൊ ടീച്ചേഴ്സിന് എഴുതി തരാനോ പഠിപ്പിക്കാനോ പറ്റാത്തത് കൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പലതവണ ഞങ്ങളോട് ആവർത്തിക്കുന്നത്. നിങ്ങളിത് മാക്സിമം ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ മിസ് പറയുന്നതൊക്കെ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുക്ക് എടുത്ത് വെച്ച് തനിയെ എക്സസൈസ് ചെയ്ത് പഠിക്കണം. ഇല്ലെങ്കിൽ മക്കൾക്ക് മാത്സ് പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും മക്കളത് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോ ഈ എക്സസൈസ് 1.3 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ പഠിച്ച ഈ എസ്റ്റിമേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അഡീഷനും സബ്ട്രാക്ഷൻ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. റൗണ്ട് ഓഫ് മെത്തേഡ് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റൗണ്ട് ഓഫ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു നമ്മളുടെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മുടെ ടൈം സേവ് ചെയ്യുന്നു. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അല്ലേ? അപ്പോൾ ആ റൗണ്ട് ഓഫ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എക്സസൈസ് 1.3 കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, പ്ലീസ് റൈറ്റ് ഇറ്റ് ആസ് എ ഹോംവർക്ക്. കംപ്ലീറ്റ് എക്സസൈസ് 1.3. കംപ്ലീറ്റ് എക്സസൈസ് 1.3. നെക്സ്റ്റ് വൺ, നമ്മൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് എന്തിനാന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. യൂസിങ് ബ്രാക്കറ്റ്സ്. പ്ലീസ് വാച്ച് ദിസ്. In this module, you will learn how to use brackets. The cost of a single juice can is 10 rupees. A small pack contains 6 such cans in it. In this module, you will learn how to use brackets. The cost of a single juice can is 10 rupees. A small pack contains 6 such cans in it, while a big pack contains 12 such cans. What will be the total cost of one small and one big pack? The cost of one can is 10 rupees. The small pack contains 6 cans. Its cost will be 6 multiplied by 10, which is equal to 60 rupees. Similarly, the big pack contains 12 cans. Its cost will be 12 multiplied by 10, which is equal to 120 rupees. The total cost of both packs will be 60 plus 120, which is equal to
180 rupees. There is another way of solving this problem. Okay, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് അതായത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലായിരുന്നപ്പോൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുന്നത് ഇത്രയും സ്റ്റെപ്സ് എഴുതിയാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? നമ്മൾ വലിയ ക്ലാസ്സുകളിലേക്ക് പോകുന്തോറും സ്റ്റെപ്സ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതത്തില്ല, പകരം നമ്മൾ ബ്രാക്കറ്റ്സ് ഒക്കെയാണ് അധികം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇതേ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ് ബ്രാക്കറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. The total number of cans in both packs is equal to 6 plus 12, which is equal to 18. The cost of a can is 10 rupees. Therefore, the total cost of 18 cans will be equal to 18 multiplied by 10, which is equal to 180 rupees. The expressions given here show the sequence in which the calculation is done in both methods. If such expressions are given directly for solving, there are chances of mistakes occurring. ഇവിടെ രണ്ട് രീതിയിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ചെയ്ത രണ്ട് മെത്തേഡുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെത്തേഡ് 1, മെത്തേഡ് 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് മെത്തേഡ് 1ൽ നമ്മുടെ നോർമൽ പ്രൊസീജിയർ ആദ്യം സ്മോൾ പാക്കറ്റ്സിന്റെ റേറ്റ് കണ്ടുപിടിച്ചു, പിന്നെ ലാർജർ പാക്കറ്റ്സിന്റെ റേറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം എന്താ ചെയ്തേക്കുന്നത്, ഇവിടെ നമുക്ക് തെറ്റാനുള്ള ചാൻസുകളാണ് ഇവർ ഈ പറയുന്നത്. 6 into 10 നമ്മൾ 60 plus 12 into 10 120 അങ്ങനെ നമ്മൾ ചെയ്തേക്കുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എന്ത് കിട്ടി? 60 plus 12 into 10 എന്നാണ് വന്നത്. അത് എത്രയാണ്? 72 into 10 equal to 70. നമ്മൾ തെറ്റിപ്പോകാനുള്ള ചാൻസുകളാണ് ഇപ്പോൾ നമുക്ക് ഈ പേജിൽ കാണിച്ചിരിക്കുന്നത്. ഫൈനൽ ആൻസർ ചെയ്യുന്നതല്ല. അതേപോലെ മെത്തേഡ് 2ലാണെങ്കിലും 6 plus 12 into 10 എന്ന് കാണിച്ചേക്കുന്നു. അപ്പൊ അതിനെ വേണമെങ്കിൽ പല രീതിയിൽ എഴുതാം, കാരണം ഇവിടെ പ്രത്യേകിച്ച് ബ്രാക്കറ്റ് ഒന്നുമില്ല. 6 plus 120 എന്ന് എഴുതാം, അപ്പൊ ആൻസർ 126 എന്ന് കിട്ടും. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന പോലെ എഴുതാം. ഇതൊക്കെ നമുക്ക് തെറ്റി പോകാനുള്ള ചാൻസുകളാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം എന്നാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, To avoid such mistakes, we can use brackets. കണ്ടോ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? നമ്മൾക്കറിയാം മെത്തേഡ് 2 നോക്കുകയാണെങ്കിൽ we have 2 type of എന്തുണ്ട് ഇവിടെ? ക്യാൻസ് ഉണ്ട്. ഒരു ക്യാനിൽ എത്ര എണ്ണം ഉണ്ട്? 6 ബോട്ടിൽസ് ഉണ്ട്. ഒരു ക്യാനിൽ 12 ബോട്ടിൽസ് ഉണ്ട്. അപ്പോ 6 plus 12 into അതിന്റെ റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? ആ ടോട്ടൽ ക്യാൻ്റെ റേറ്റ് കിട്ടും. അപ്പൊ 6 plus 12 എന്ത് ചെയ്യണം? അതിനെ ഒരു ബ്രാക്കറ്റിൽ എഴുതണം, ഇൻറ്റു റേറ്റ് പെർ ക്യാൻ പുറത്ത് എഴുതുക. ഓരോ ക്യാനിന് എത്ര വരും എന്നുള്ളത് പുറത്ത് എഴുതുക. അതേപോലെ മെത്തേഡ് 1ലാണെങ്കിലോ 6 into 10 എന്നുള്ളത് ഒരു ബ്രാക്കറ്റിലും 12 into 10 എന്നുള്ളത് നെക്സ്റ്റ് ബ്രാക്കറ്റിലാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ? When solving brackets, a simple but important rule to remember is always simplify the numbers inside the brackets into a single number and do the operations that are outside the brackets. Now, we will learn the application of brackets to find the product of two numbers. In this example, we'll use brackets to find the product of 106 and 22. 106 can be expanded as 100 plus 6 and 22 as 20 plus 2. Now, place a pair of brackets around 100 plus 6 and another pair around 20 plus 2. Brackets will help us simplify the expression more systematically. Now, we need to multiply 100 plus 6 with 20 and with 2. This makes the multiplication much easier, simplifying the expression. ഇത് മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താണ് നമുക്ക് ഇവിടെ തന്നിരുന്ന എക്സ്പാൻഷന് വേണ്ടിയിട്ട് തന്നിരുന്ന ക്വസ്റ്റ്യൻ? 106 106 into 22. അപ്പൊ ഈ 106നെ എന്താ ചെയ്തത്? ആദ്യം 100 plus 6 into 20 plus 2 എന്ന് എഴുതി. എന്നിട്ട് എന്താ ചെയ്തേ? ഈ 100 plus 6നെ നമ്മള് ഈ 100 plus 6നെ ആദ്യം ഈ 20 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം ഈ 100 plus 6നെ ഈ 2 ആയിട്ടും മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പൊ എന്താ വന്നേക്കുന്നത്? 100 plus 6 into 20 plus 100 plus 6 into 2. ഇനി എന്ത് ചെയ്തു? ഈ 20നെ ഈ 100ലേക്കും ഈ 6ലേക്കും മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഈ കൊടുത്തിരിക്കുന്നത് 100. ആദ്യം 100 into 20 ചെയ്തു, പിന്നെ 6 into 20 ചെയ്തു. അടുത്തത് എന്താ കൊടുത്തിരിക്കുന്നത്? 100 into 2 ചെയ്തു, 6 into 2 ചെയ്തു. ഇത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റെപ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 100 into 20 gives 2000. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 6 plus 20
gives 2332 2332. into 2 12. എന്നിട്ട് ഫൈനൽ ആൻസറിന് എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 2000 plus 120 plus 200 plus 12 is equal to 2332. അപ്പൊ ഇത്രയും എളുപ്പമായിട്ട് എക്സ്പാൻഷൻ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ് ഈ രീതിയിൽ കാണിച്ചിരിക്കുന്നത്. എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായോ? Please write this in your notebook. Expand 106 into 22 using brackets. Expand 106 into 22 using brackets. 100 plus 6 write in one bracket. Into 20 plus 2 write in another bracket. Then write these steps. Write these steps. Please write it fast. Write these steps. 100 plus 6 into 20 plus in next bracket 100 plus 6 into 2. 100 into 20 plus 6 into 20 plus 100 into 2 plus 6 into 2. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിന്റെയൊക്കെ ആൻസർ സം ചെയ്യാം. പ്ലീസ് റൈറ്റ് ഫാസ്റ്റ്. റൈറ്റ് ഫാസ്റ്റ്. ഈ പ്രോബ്ലം എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായോ? Let us see another example. Okay, അങ്ങനെയാണെങ്കിൽ please write this question. 12 into 44. This is a homework for you. Expand 12 into 44. Expand 12 into 44. Write this question. Expand 12 into 44. ഇപ്പൊ നമ്മൾ ചെയ്ത അതേ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? ഇതിന്റെ ആൻസർ എഴുതാനായിട്ട്. Okay? Here, you learned that the numbers fractions outside. Okay, അപ്പൊ ഇതാണ് നമ്മൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നതിന്റെ നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ട് ബ്രാക്കറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടത് യൂസിങ് ബ്രാക്കറ്റ്സിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ എക്സാമ്പിൾസും ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് അല്ലേ? The difference of 7 and 3 is 7 minus 3. കാണിക്കുന്നത് ബ്രാക്കറ്റ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. മക്കളെല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണുക. ബ്രാക്കറ്റ്സിന്റെ എക്സാമ്പിൾ. Write expressions for each of the following using brackets. 8 multiplied with the difference of 7 and 3. Divide the difference of 32 and 20 by 3. The difference of 7 and 3 is 7 minus 3. So, the expression for 8 multiplied with the difference of 7 and 3 is 8 times 7 minus 3. The difference of 32 and 20 is 32 minus 20. Okay, first question la endha paranjirikkunne 8 multiplied with the difference of 7 and 3 alle appo ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 7 ന്റെയും 3 ന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ചെയ്യാനാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 7 minus 3 എന്ന് ഒരു ബ്രാക്കറ്റിൽ എഴുതുക അല്ലേ? 7 ന്റെ 3 യുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മളുടെ ഫസ്റ്റ് പാർട്ട്. അപ്പൊ അതിനെ നമ്മൾ ഒരു ബ്രാക്കറ്റിൽ എഴുതി. എന്താ പിന്നെ പറഞ്ഞേക്കുന്നത്? 8 multiplied with the difference എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ നമ്പറിനോട് into 8 7 minus 3 into 8 ഇതാണ് നമ്മൾ ഇവിടെ ഫോം ചെയ്ത എക്സ്പ്രഷൻ. മനസ്സിലായോ? നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? 8 multiplied with the difference of 7 and 3 അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഡിഫറൻസ് ഓഫ് 7 and 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 minus 3 into അതിനോട് എന്താ ചെയ്തേക്കുന്നത്? 8 multiplied. അപ്പൊ into 8. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ എന്ത് കിട്ടി? 8 into 7 minus 3 or it can be written as 7 minus 3 into 8 അല്ലേ? So, the expression for dividing the difference of 32 and 20 by 3. Okay, next എന്താ പറഞ്ഞേക്കുന്നത്? Divide the difference of 32 and 20 by 3 അല്ലേ? അപ്പൊ ഡിഫറൻസ് ഓഫ് 32 and 20 എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ആണ് അല്ലേ? അപ്പൊ 32 minus 20 പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 3. അപ്പൊ 32 minus 20 ഒരു ബ്രാക്കറ്റിൽ എഴുതുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 3 എഴുതുക. അപ്പൊ ബ്രാക്കറ്റ് എങ്ങനെയാ യൂസ് ചെയ്യുന്നതെന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ? Is 32 minus 20 divided by 3. Mac wants 8 chocolates and Jim wants 20. The cost of each chocolate is 15 rupees. Jim is going to buy the chocolates. How much money will Jim need to buy the chocolates? Jim wants to buy 20 chocolates and Mac wants to buy 8 chocolates. The total number of chocolates is 20 plus 8 and the cost of one chocolate is rupees 15. So, the total cost of the chocolates is equal to 20 plus 8. കണ്ടോ നമ്മൾ എങ്ങനെയാണ് ബ്രാക്കറ്റ് യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് എഴുതുന്നത് എന്നുള്ളത്? ഇവിടെ
നിങ്ങൾ ഈ എക്സാമ്പിൾ എഴുതണ്ട, ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇങ്ങനത്തെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. Mac wants 8 chocolates and Jim wants 20. The cost of each chocolate is rupees 15. Jim is going to buy chocolates. How much money will Jim need to buy the chocolates? എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ എത്ര ചോക്ലേറ്റ് വേണം? 20 plus 8 into 15 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയില്ലേ? അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇത് വേണമെങ്കിലും ചെയ്യാലോ. Total number of chocolates is equal to 20 plus 8. Total cost of chocolate is equal to 20 plus 8 into 15. Into 15, which is equal to rupees 420. Multiply 105 with 106. By the method of expanding brackets, we can write 105 as 100 plus 5, and we can write 106 as 100 plus 6. Now let's expand the brackets as shown. Adding all the numbers gives the result as 11,130. Okay, അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇത് മക്കൾക്ക് മനസ്സിലായോ? ഓക്കെ, ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് എല്ലാവരും ചെയ്യണം. ഓക്കെ, അതെല്ലാവരും ചെയ്യണം. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് റോമൻ നമ്പേഴ്സ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ റോമൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് റോമൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ റോമൻ നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. In this module, you will learn about Roman numerals in our daily life. And while doing math, we commonly use the Hindu-Arabic numeral system. But you must have noticed numbers like you see in this wall clock and the timetable chart. These are called Roman numerals. One of the early systems of writing numerals invented by the Romans. Roman numerals are represented by the letters of the English alphabets. I represents 1. V represents 5. X represents 10. L represents 50. C represents 100. D represents 500. And M represents 1000. Roman numerals do not have a symbol for 0. If a symbol is repeated, its value is added as many times as it occurs. For example, letter I is repeated twice. This means the value of this number is 2. Here, it is repeated thrice. Hence its value is 3. The symbols V, L, and D are never repeated. Now, look at this number. Here I is written to the left of V. When a smaller value symbol is written to the left of a larger value, it is subtracted from the value of the larger value symbol. Here the letter I, which is equal to 1, is written on the left of V, which has a value of 5. This means 1 is subtracted from 5. Thus, the value of this Roman numeral is 4. Now look at this number. Here the letter I is written on the right of V. When a smaller value symbol is written to the right of the larger value symbol, it is added to the value of the larger value symbol. Thus, the value of this Roman numeral is 5 plus 1, which is equal to 6. It is the same in the case with numeral IX, 9, and the numeral XI, 11.
ഓക്കെ, ഇത് മക്കൾക്ക് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റോമൻ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. റോമൻ നമ്പേഴ്സ് എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ അതിനകത്ത് എൽ ബി ഡി എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി ലെറ്റേഴ്സ് പുതിയതായിട്ട് കണ്ടു ഇല്ലേ? അപ്പൊ പിന്നെ നമ്മൾ കണ്ടത് ഇപ്പൊ എങ്ങനെയാണ് ഈ 4, 6 അല്ലെങ്കിൽ 9, 11 ഇതൊക്കെ എങ്ങനെയാണ് എഴുതുന്നത്? ഇത് നമുക്ക് അറിയില്ലായിരുന്നു. 5ന് നമ്മൾ വി എന്ന് എഴുതും. വി മൈനസ് ഐ ഇസ് ഈക്വൽ ടു, അതിന്റെ അർത്ഥം എന്താണ്? 5 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണ് 4, 6, 9, 11 എന്നൊക്കെ നമുക്ക് റോമൻ ലെറ്റേഴ്സിൽ നമ്പേഴ്സ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് ഇത്രയാണ് നമ്മൾ നമ്മുടെ ടോപ്പിക്സ് കവർ ചെയ്തത്. ഈ റോമൻ ന്യൂമറൽസോട് കൂടി we almost completed our first chapter. ഇനി നമുക്ക് ഈ റോമൻ ന്യൂമറൽസിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ജസ്റ്റ് പറയാനുണ്ടെന്നേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ മക്കൾക്ക് ഇത്രയും പഠിപ്പിച്ചത് മനസ്സിലായോ?